സോ ഇന്ന് നമ്മൾ ഒരു അസംബ്ലി ആൻഡ് ആനിമേഷന്റെ പ്രോജക്റ്റ് തന്നെയാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരുമാതിരി ഇച്ചിരി മെനക്കെയുള്ള അസംബ്ലി തന്നെയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ആദ്യത്തെ അസംബ്ലി ഫയൽ എടുക്കാം. ഇന്ന് നമ്മുടെ അസംബ്ലി എന്ന് വെച്ചാൽ മെഷീൻ ഓഫ് ടു ഗിയേഴ്സ് എന്ന് വെച്ചാൽ രണ്ട് ഗിയർ നമ്മൾ എടുത്തിട്ട് ആ രണ്ട് ഗിയറിനെ മെഷ് ചെയ്തിട്ട് അവർ എന്തോ ചെയ്യാൻ റൺ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇൻവെന്ററിന്റെ അസംബ്ലിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്ക് ഗിയറിനെ ഇൻബിൽട്ട് ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. അതിനകത്ത് ഡിസൈന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്പർ ഗിയർ ഓപ്ഷൻ ഉണ്ട്. ആ സ്പർ ഗിയർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് സ്പർ ഗിയറിന്റെ കംപ്ലീറ്റ് ഡയമെൻഷൻസും കിട്ടും. ഓക്കെ ഓക്കെ സ്പർ ഗിയറിന്റെ ഡയമെൻഷൻസ് നോക്കാം. ഇവിടെ ഇതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ രണ്ട് ഗിയറിനാണ് മെഷ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഗിയർ വൺ എന്ന് പറയുന്ന ഒരു ചെറിയ ഗിയറും ഗിയർ ടു എന്ന് പറയുന്നത് ഒരു വലിയ ഗിയറുമാണ്. ഗിയർ വണ്ണിന് 32 ടീത്തും ഗിയർ ടുവിന് 96 ടീത്തുമാണ്. അപ്പൊ ഗിയർ റേഷ്യോ എന്ന് പറയുന്നത് 3 ആണ്. സെന്റർ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഇതിന്റെ ഓഫ് സെറ്റ് രണ്ട് ഗിയറിന്റെ സെന്റേഴ്സിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 640 mm ആണ്. പിന്നെ ഗിയറിന്റെ ഫേസിന്റെ വിഡ്ത്ത് എന്ന് വെച്ചാൽ ആ ഗിയറിന്റെ ടോപ്പില്ലേ, ടോപ്പിലത്തെ ടീത്തിന്റെ ടോപ്പ് ഫേസിന്റെ വിഡ്ത്ത് ഇല്ലേ, അത് 100 mm ആണ്. ഇത് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച സെറ്റിങ്സ് ആണ്. നിങ്ങൾ എടുക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ കാണത്തില്ലായിരിക്കും. നിങ്ങൾ ഈ സെറ്റിങ്സ് സെറ്റ് ചെയ്യേണ്ടി വരും. എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം നോക്കണം. നോ മോഡൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഗിയർ കിട്ടത്തില്ല. ഞാൻ ആദ്യം ഗിയർ വണ്ണിനെയാണ് സമൺ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഗിയർ ടൂവിനെ ഞാൻ ഓഫ് ആക്കി വെക്കുക. അതിനെ നോ മോഡൽ ചെയ്യണം. ഗിയർ വൺ ആണ് എനിക്ക് ആദ്യം വേണ്ടത്. അതുകൊണ്ട് അതിനെ ഞാൻ കമ്പണന്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ ക്ലിക്ക് ചെയ്തു. അപ്പൊ എനിക്ക് എൻ്റെ ഫസ്റ്റ് ഗിയർ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ഗിയർ സമൺ ആയിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ സെക്കൻഡ് ഗിയറിനെ സമൺ ചെയ്യാൻ വേണ്ടി പോവാണ്. സെക്കൻഡ് ഗിയറിനെ സമൺ ചെയ്യാൻ വേണ്ടി ഇതിനെ നോ മോഡലാക്കി ഇതിനെ കോമ്പണന്റ് ആക്കി ഓക്കെ അടിച്ചു. എൻ്റെ സെക്കൻഡ് ഗിയർ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ആകെ അസംബ്ലിക്കകത്താണ്. എന്താണ് കൺസ്ട്രെയിൻസ് സെറ്റ് ചെയ്യണം. ആദ്യം നമ്മൾ ഗിയർ വണ്ണിന്റെ കൺസ്ട്രെയിൻസ് സെറ്റ് ചെയ്യുക. ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയർ ആണ് ഇതിന്റെ എന്ന് പറയുന്നത്. ഞാന് ഒരു കാര്യം ചെയ്യണം. ഇത് ഗ്രൗണ്ടഡ് എന്ന് വെച്ചാൽ ഇത് ഫിക്സ്ഡ്. ഇതിനെ എനിക്ക് ഈ ഗിയറിനെ എനിക്ക് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഗ്രൗണ്ടഡ് ഓപ്ഷൻ ഓഫ് ആക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈ ഗിയറിനെ മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഓപ്ഷൻ മറക്കാതെ സ്പെസിലിറ്റി ആണ്, ഇല്ലെങ്കിൽ ഗിയർ റൺ ചെയ്യത്തില്ല. എന്നിട്ട് ഞാൻ ഒരു പ്ലെയിൻ എടുക്കാൻ പോവാണ്. എക്സ് വൈ പ്ലെയിൻ. പ്ലെയിൻ എടുത്തിട്ട് കൺസ്ട്രെയിൻസിൽ പോയിട്ട് ഈ ബേസ് സെലക്ട് ചെയ്യും. അപ്പം ഞാൻ ആദ്യം ഗിയർ വണ്ണിന് സ്മോൾ ഗിയറിനെയാണ് കൺസ്ട്രെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യം ഞാൻ അതിന്റെ ഫേസിനെ എക്സ് വൈ പ്ലെയിനുമായിട്ട് കൺസ്ട്രെയിൻ ചെയ്തു. ഇനി ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിന്റെ ആക്സിസിനെ അസംബ്ലിയുടെ ആക്സിസുമായിട്ട് കൺസ്ട്രെയിൻ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതിന്റെ ആക്സിസ് എവിടെ പോയി? ഇതിന്റെ എപ്പോഴും മാച്ച് ചെയ്യുന്ന ആക്സിസിനെ മാത്രമേ കൺസ്ട്രെയിൻ ചെയ്യാവൂ കേട്ടോ. ഇതിന്റെ ആക്സിസ് സെറ്റ് ആക്സിസ്. ഓക്കെ, അപ്പൊ ആക്സിസസ് കൺസ്ട്രെയിൻ ആയി. ഓക്കെ, ഇപ്പൊ എനിക്ക് ഗിയർ വണ്ണിനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഗിയർ വൺ കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻ ആയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താന്ന് വെച്ചാലും ഈ ഗിയർ വണ്ണിനെയും ഗിയർ ടൂവിനെയും ഇതിനെ ഒന്ന് മാച്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. മാച്ച് ചെയ്തിട്ട് ഇതിനെ നമ്മൾ വിളിക്കുന്നത് ഫ്ലഷ് എന്താന്ന് വെച്ചാൽ ഇതിന്റെ അകത്തോട്ട് ഇത് കയറിപ്പോകും. അകത്തോട്ട് കയറിപ്പോയ പ്രശ്നമൊന്നുമില്ല. ഇതിനെ വെളിയിലെടുക്കാം.
ഇനി ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഗിയർ ടുവിന്റെ കൺസ്ട്രെയിൻസ് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാന് ഈ ഗിയറിന്റെ രണ്ടിന്റെ ആക്സിസ് ഒന്നാക്കാൻ പോവാം. രണ്ടിന്റെ ആക്സിസ് ഞാൻ ജോയിൻ ചെയ്യും. ഇപ്പൊ ഗിയർ വണ്ണിന്റെ ആക്സിസ് ഏതാ? സെഡ് ആക്സിസ്. കൺസ്ട്രെയിൻസ് സെലക്ട് ചെയ്തു. ഗിയർ ടു എവിടെ പോയി? ഗിയർ ടുവിന്റെ ആക്സിസ് സെഡ് ആക്സിസ്. രണ്ടിന്റെ സെന്ററിന്റെ ഡിസ്റ്റൻസ് എത്രയാണ്? ഓഫ്സെറ്റ് എത്രയാണ്? 640 mm. ഓക്കെ കൊടുത്തു. ഓക്കെ, നമുക്ക് ഈ ഗിയറിനെ ഇങ്ങനെ മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ സെക്കൻഡ് ഗിയർ കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻ ആയിട്ടില്ല. സെക്കൻഡ് ഗിയറിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ സെക്കൻഡ് ഗിയറിന്റെ നമ്മൾ പ്ലെയിനും ആക്സിസും തമ്മിലാണ് കൺസ്ട്രെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് ഗിയറിന്റെ നമ്മൾ പ്ലെയിനും ആക്സിസുമാണ് കൺസ്ട്രെയിൻ ചെയ്തെങ്കിൽ സെക്കൻഡ് ഗിയറിന്റെ പ്ലെയിനും ആക്സിസും തമ്മിലാണ് കൺസ്ട്രെയിൻ ചെയ്തത്. ഒരിക്കലും സെക്കൻഡ് ഗിയറിന്റെ ആക്സിസും പ്ലെയിനും തമ്മിൽ കൺസ്ട്രെയിൻ ചെയ്യരുത്. അങ്ങനെ രണ്ട് ഗിയർ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അത് ഇതിന്റെ ഓറിയന്റേഷൻ കാരണമാണ്. ഇതിന്റെ ആക്സിസ് ആക്സിസ് എടുക്കാം. Z axis constraint. X zero two the spark here. X set. ഓക്കെ, ഇപ്പം ഇതിന്റെ ആക്സസ് വരും കൺസ്ട്രെയിൻ ആയിട്ട്. ഓക്കെ ഓക്കെ സെറ്റ്. ഇപ്പൊ എനിക്ക് ആ വലിയ ഗിയറിനെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്? ഇതിനെ എനിക്ക് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഈ വലിയ ഗിയറിനെ റൊട്ടേറ്റ് ചെയ്യാം. ആ കൺസ്ട്രെയിൻ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് കൺസ്ട്രെയിൻസ് സെലക്ട് ചെയ്തിട്ട് ഇതിന്റെ ആംഗിൾ എടുക്കണം. ആംഗിൾ എടുത്തിട്ട് ഇത് എടുക്കണം. എന്നിട്ട് ഈ ഫസ്റ്റ് സ്പാർ ഗിയർ വൺ എടുത്തിട്ട് സ്പാർ ഗിയർ വണ്ണിന്റെ ഏത് പ്ലെയിൻ എടുക്കാം? ഏത് പ്ലെയിൻ എടുക്കേണ്ടത്? ഇതിന്റെ അല്ല, ചിലപ്പം തെറ്റാൻ സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ ഞാൻ ചെയ്തത് എന്താന്ന് വെച്ചാൽ ഈ ഗിയറിനെ രണ്ടിനെ ഒരേ ആംഗിൾ അലൈൻ ചെയ്യുമായിരുന്നു കേട്ടോ. ഗിയറിനെ രണ്ടിനെ ഒരേ ആംഗിൾ അലൈൻ ചെയ്യുമായിരുന്നു. കണ്ടോ, ഇതിനെ രണ്ടിന്റെ ഈ ഒരു ആക്സിസും പിന്നെ ഈ ഗിയറിന്റെ ഈ ആക്സിസ്, ഈ പ്ലെയിൻ കണ്ടോ, എക്സ് പ്ലെയിനും ഈ ഗിയറിന്റെ ആക്സിസും ഇല്ലേ, ഇതിനെ ഞാൻ ഒന്നായിട്ട് അലൈൻ ചെയ്തെങ്കിൽ മാത്രമേ ഗിയേഴ്സ് ഒരുമിച്ച് റൊട്ടേറ്റ് ചെയ്യത്തുള്ളൂ. ഗിയേഴ്സിനെ രണ്ടിനെയും ഒരുമിച്ച് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ അവർ പോകുന്ന കോമൺ പ്ലെയിനിനെയും പിന്നെ ഏതെങ്കിലും ഒരു ഗിയറിന്റെ ആക്സിസിനെയും തമ്മിൽ എന്തെന്ന് ചെയ്യണം? അലൈൻ ചെയ്യിപ്പിക്കണം. ഇനി ഞാൻ മോഷനിലേക്ക് പോയി. മോഷനിൽ പോയിട്ട് സെലക്ഷൻ്റെ ഓപ്ഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ രണ്ട് ഫേസിനെ നമുക്ക് സെലക്ട് ചെയ്യണം. അല്ല, ഈ സാധനം ഈ അസംബ്ലി ഇത് നമ്മൾ അപ്ലൈ കൊടുത്തു. ഇനി നമ്മൾ മോഷനിലേക്ക് പോയി. എന്നിട്ട് ഈ ഒരു ഫേസ്, ഇതിന്റെ ഈ വിട്ട് കണ്ടോ, രണ്ട് ടീത്തിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് കണ്ടോ, ഈ ഗിയറിന്റെ ഏതെങ്കിലും ഒരു ഞാൻ അങ്ങനത്തെ വിട്ട് സെലക്ട് ചെയ്തു. എന്നിട്ട് ഈ ഗിയറിന്റെ ഏതെങ്കിലും ഒരു സെലക്ട് ചെയ്തു. പിന്നെ ഇതിന്റെ ഗിയർ റേഷ്യോ എത്ര? 3 ഇതിന്റെ ഗിയർ റേഷ്യോ. ഓക്കെ, എന്നിട്ട് ഞാൻ നോക്കട്ടെ. ടീത്ത് എല്ലാം പ്രോപ്പർലി അലൈൻഡ് അല്ലേ? ആണ്, ടീത്ത് എല്ലാം പ്രോപ്പർലി അലൈൻഡ് ആണ്. കാരണം ഞാൻ അതിന്റെ ആക്സിസും പിന്നെ മറ്റേ പ്ലെയിനും ഇത് ശരിയാക്കിയില്ലായിരുന്നു. ഇനി നോക്കാം. ഇനി
കണ്ടോ? അപ്പൊ നമ്മുടെ ഗിയേഴ്സിന്റെ ആനിമേഷൻ റെഡി ആയിട്ടുണ്ട്. 360 ഡിഗ്രി റൊട്ടേറ്റ്. ഐ എം സോറി ഫോർ ദ ഫാക്ട് ദാറ്റ് ഐ ഡിഡൻ ഗിവ് മച്ച് എക്സ്പ്ലനേഷൻ. കാരണം ഈ വീഡിയോ ഞാൻ ഉണ്ടാക്കിയതിന്റെ കാരണം ഇത് മാത്രമേ ഉള്ളൂ. നമ്മുടെ സോഫ്റ്റ്വെയർസിന്റെ പൊട്ടൻഷ്യൽ എന്തുമാത്രം ഉണ്ട് അനാലിസിസ് പാർട്ട് കാണിക്കാൻ വേണ്ടി. ഇത് ബിഗിനർ ടോപ്പിക് അല്ല, ഇത് ജസ്റ്റ് സോഫ്റ്റ്വെയർസിന്റെ പൊട്ടൻഷ്യൽ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഉപയോഗിച്ചത്. ഇതിന് അധികം എക്സ്പ്ലനേഷൻ ഞാൻ അതുകൊണ്ടാണ് തരാഞ്ഞത്. പിന്നെ ഇവിടെ ഈ ആംഗിൾ എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ ഗിയേഴ്സിന്റെ പ്ലെയിനും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ടീത്തും ഇല്ലേ, അത് ഒരേ ആംഗിളിൽ അലൈൻ ചെയ്തിരിക്കും. ഗിയറിന്റെ ആക്സിസ്, ഗിയറിന്റെ പ്ലെയിന്, ടീത്ത് എല്ലാം ഒരേ ആംഗിളിൽ അലൈൻ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് റൊട്ടേറ്റ് ഇത് കറക്റ്റ് രീതിയിൽ ഇവിടെ ടീത്ത് അലൈൻ ചെയ്തില്ലെങ്കിൽ, ഇവിടെ കറക്റ്റ് രീതിയിൽ ടീത്ത് അലൈൻ ചെയ്തില്ലെങ്കിൽ ഗിയറിന്റെ ഓറിയന്റേഷൻ മാറിപ്പോകും. ഗിയർ റൺ ചെയ്യും, പക്ഷെ ഗിയറിന് പ്രശ്നമൊന്നുമില്ല, ഇത് റൊട്ടേറ്റ് ചെയ്യും. പക്ഷെങ്കിൽ അതിനൊരു കാണാൻ ഭംഗി ഉണ്ടായിരിക്കത്തില്ല. ഇപ്പൊ നമ്മൾ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു, നമ്മൾ തിരിച്ച് 360 ഡിഗ്രി ഒന്ന് റൊട്ടേറ്റ്. എപ്പോഴും ഓർത്തോണം, ഇങ്ങനെ ആനിമേഷൻ ചെയ്യാൻ ഒരു മെത്തേഡ് ഈ ആംഗിൾ കണ്ടോ, ആംഗിൾ മാറുന്നുണ്ട്. ഇവിടെ നമ്മൾ ചെയ്തത് എന്താന്ന് വെച്ചാൽ ഇതിന്റെ ആംഗിളിനെ സെറ്റ് ചെയ്യാണ്. ഈ ഓപ്ഷൻ ഇല്ലാതെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇത് മാത്രമല്ല, വേറെ മെത്തേഡ്സും ഉണ്ട്. നമ്മുടെ ഈ എൻവയൺമെന്റ്സിൽ പോയി കഴിഞ്ഞാൽ ഡൈനാമിക് സിമുലേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ വെച്ച് നമുക്ക് ആനിമേഷൻ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും, ഡൈനാമിക് സിമുലേഷൻ ഉപയോഗിച്ച്. ഇത് വേറൊരു മെത്തേഡ്. ഇവിടെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻ വെച്ച് നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു method. ഇത് റൊട്ടേറ്റ് ആണ്, രണ്ടും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. രണ്ടിനെ റൊട്ടേഷൻ ആക്സിസ് ഞാൻ ഡിഫൈൻ ചെയ്തു. ആംഗിള് മാറി മാറി വരുവാണ്. ആംഗിള് മാറി 360 വന്നു, തിരിച്ചു. ഓക്കെ, so that's all for today. Thank you.